എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ബൈബിളിലെ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യൂദ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ലഘു വിവരണവും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബൈബിൾ ക്വിസിന് തയ്യാറെടുക്കുന്നവർക്കും ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചെറിയ പരിശ്രമം. ഭക്തിയെ വരുമാന മാർഗത്തിനും അധാർമിക ജീവിതത്തിനും മറയാക്കി വ്യാപരിക്കുന്ന ദുരുപദേശത്തിൻ്റെ വക്താക്കൾ സഭയിൽ പെരുകി വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ വിശ്വാസികളെ പ്രബോധിപ്പിച്ചും കൊണ്ട് എഴുതിയ അതിമനോഹരമായ ലേഖനമാണ് ഇത്. യേശുവിൻ്റെയും യാക്കോബിൻ്റെയും സഹോദരനായ യൂദ യഹൂദ ക്രിസ്ത്യാനികൾക്കും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും വേണ്ടി ഏകദേശം AD 65 എഴുതിയതാണ് ഈ ലേഖനം. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ കെട്ടുകഥകളിലേക്കും ദുരുപദേശങ്ങളിലേക്കും താൽക്കാലിക നൈമിഷിക സുഖങ്ങൾക്കും പിന്നാലെ പായുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്നുണ്ടായിരുന്നു. അതിനെതിരെ അതീവ ജാഗ്രത ഉള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു. ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർക്ക് ഉള്ള ദൈവത്തിൻ്റെ ഒരു താക്കീത് കൂടിയാണ് ഈ ലേഖനം. അവിശ്വാസികളായി തീർന്ന ഇസ്രായേൽ മക്കൾക്കും അനുസരണക്കേടിൽ വീണുപോയ ദൂതവൃന്ദത്തിനും സോദോം ഗൊമേറ നിവാസികൾക്കും സംഭവിച്ച ദുരന്തമോർപ്പിച്ച് അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷാവിധിയെപ്പറ്റി ലേഖകൻ അവരെ അറിയിക്കുന്നു. ഇത്തരം ആപത്തിൻ്റെ മുൻപിൽ കരുതലില്ലാത്തവരായി ജീവിക്കരുത് എന്ന് ഈ ലേഖനം പ്രബോധിപ്പിക്കുന്നു. ഈ വെല്ലുവിളികൾ വളരെ വലുതാണെങ്കിലും വിശ്വസ്തരായ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് വീഴാതെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. ജീവിതം കൊണ്ടും ഉപദേശം കൊണ്ടും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം വിശ്വാസത്യാഗികൾ, ഇവർ സഭായോഗങ്ങളിൽ കടന്നുകൂടി ദുഷിക്കുന്നവരും കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നവരും ആണ് എന്ന് യൂദ അടിവരയിട്ട് ഓർപ്പിക്കുന്നു. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരും അധാർമിക ജീവിതം നയിക്കുന്നവരുമായ ഉപദേഷ്ടാക്കന്മാർ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾ ജീവിക്കുന്നു. നിത്യ ജീവന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവാൻ യൂദ ക്രിസ്തു വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ ലേഖനത്തെ 4 ഭാഗങ്ങളായി തിരിക്കാം. 1. ലേഖനം എഴുതുന്നതിൻ്റെ ലക്ഷ്യം വാക്യം 1 മുതൽ 4 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2. ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയുള്ള വിവരണം വാക്യം 5 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ. 3. ദുരുപദേഷ്ടാക്കന്മാരെ നേരിടേണ്ട വിധം വാക്യം 17 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ. 4. സ്തുതി ഗാനം വാക്യം 24-25. ചോദ്യങ്ങളില്ലാത്ത ഒരു അധ്യായവും 25 വാക്യങ്ങളുമുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് യൂദായുടെ ലേഖനം? ഉത്തരം 65. ചോദ്യം 2. പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് യൂദായുടെ ലേഖനം? ഉത്തരം 26. ചോദ്യം 3.
ഈ ലേഖനത്തിൽ എത്ര അധ്യായങ്ങളും എത്ര വാക്യങ്ങളും ഉണ്ട്? ഉത്തരം: ഒരു അധ്യായവും 25 വാക്യങ്ങളും. ചോദ്യം 4. ഈ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആര്? ഉത്തരം: യേശുവിൻ്റെയും യാക്കോബിൻ്റെയും സഹോദരനായ യൂദാ. ചോദ്യം 5. ഈ ലേഖനം ആർക്ക് വേണ്ടി എഴുതി? ഉത്തരം: യഹൂദ ക്രിസ്ത്യാനികൾക്കും എല്ലായിടവുമുള്ള വിശ്വാസികൾക്കും. ചോദ്യം 6. ഇത് എഴുതിയ കാലഘട്ടം ഏതാണ്? ഉത്തരം: ഏകദേശം AD 65. ചോദ്യം 7. ഇത് എഴുതിയ പശ്ചാത്തലം എന്ത്? 1-ാം നൂറ്റാണ്ട് മുതൽ കെട്ടുകഥകളും ദുരുപദേശങ്ങളും കൊണ്ട് സഭകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയത്. ചോദ്യം 8. ഈ ലേഖനത്തിലെ പ്രധാന വ്യക്തികൾ ആരൊക്കെ? ഉത്തരം: യൂദാ, യാക്കോബ്, യേശു. ചോദ്യം 9. ഈ ലേഖനം എവിടെ വച്ച് എഴുതി എന്നാണ് പറയപ്പെടുന്നത്? ഉത്തരം: പാലസ്തീനിൽ. ചോദ്യം 10. ഈ ലേഖനത്തെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്? ഉത്തരം: ഈ ലേഖനത്തെ 4 വിഭജിച്ചിരിക്കുന്നു. 1. ലേഖനം എഴുതുന്നതിൻ്റെ ലക്ഷ്യം. 2. ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയുള്ള വിവരണം. 3. ദുരുപദേഷ്ടാക്കന്മാരെ നേരിടേണ്ട വിധം. സ്തുതി ഗാനം. ചോദ്യം 11. യൂദാ സകല പ്രയത്നവും കഴിച്ച് എഴുതുന്നത് എന്തിനെക്കുറിച്ച് ആണ്? ഉത്തരം: പൊതുവിലുള്ള രക്ഷ. ചോദ്യം 12. നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം: വിശ്വാസം. ചോദ്യം 13. എന്തിനായി പോരാടണം എന്നാണ് യൂദാ പ്രബോധിപ്പിക്കുന്നത്? ഉത്തരം: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി. ചോദ്യം 14. ദൈവത്തിൻ്റെ കൃപയെ എന്തിന് ഹേതുവാക്കി എന്നാണ് പറയുന്നത്? ഉത്തരം: ദുഷ്കാമവൃത്തിക്ക്. ചോദ്യം 15. അഭക്തരായ ചില മനുഷ്യർ ആരെയാണ് നിഷേധിക്കുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിനെ. ചോദ്യം 16. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും ആരെയാണ് പിന്നത്തേതിൽ നശിപ്പിച്ചത്? ഉത്തരം: വിശ്വസിക്കാത്തവരെ. ചോദ്യം 17. മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. ചോദ്യം 18. നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നത് ഏതാണ്? ഉത്തരം: സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും. ചോദ്യം 19. മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ചത് ആര്? ഉത്തരം: പ്രധാന ദൂതനായ മീഖായേൽ. ചോദ്യം 20. കൂലി കൊതിച്ച് ആരുടെ വഞ്ചനയിലാണ് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത്? ഉത്തരം: ബിലയാമിൻ്റെ. ചോദ്യം 21. ആരുടെ മത്സരത്തിൽ ആണ് നശിച്ചു പോകുന്നത്? ഉത്തരം: കോരഹിൻ്റെ. ചോദ്യം 22. ആദാം മുതൽ ഹാനോക്ക് വരെ തലമുറകൾ എത്ര? ഉത്തരം: 7. ചോദ്യം 23. കാര്യസാധ്യത്തിനായി എന്താണ് പ്രയോഗിക്കുന്നത്? ഉത്തരം: മുഖസ്തുതി.
ചോദ്യം 24. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? ഉത്തരം: അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന്. ചോദ്യം 25. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉത്തരം: 1. ഭിന്നതയുണ്ടാക്കുന്നവർ. 2. പ്രാകൃതന്മാർ. 3. ആത്മാവില്ലാത്തവർ. ചോദ്യം 26. സംശയിക്കുന്നവരോട് എന്ത് ചെയ്യണം? ഉത്തരം: കരുണ.